വി.ഡി. സതീശൻ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി. മനസ്സിലാക്കുക, ഇന്നലെ രാത്രി വരെ വി.ഡി. സതീശനല്ലായിരുന്നു, കെ.സി. വേണുഗോപാൽ തന്നെയായിരുന്നു. അതായത് AICC ഒബ്സർവേഴ്സ് പോകുന്നു, CLP മീറ്റിങ്ങിൽ ഡിക്ലെയർ ചെയ്യുന്നു, എന്നിട്ട് ഓരോ കവർ വെച്ച്, അതായത് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച സംഭവം ഓരോ അതിൻ്റെ കവറിങ് ലെറ്റർ അലയൻസ് പാർട്ട്നേഴ്സ് ഘടകകക്ഷികൾക്ക് കൈമാറുന്നു. ഇത് മാത്രമായിരുന്നു ഡിസിഷൻ. രാത്രി വീണ്ടും ഡിസ്കഷൻ നടക്കുന്നു. വീണ്ടും ഈ പറയുന്ന മുസ്ലിം ലീഗുമായി അവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഏകദേശം മല്ലികാർജുന ഖർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ 10-12 പ്രാവശ്യമാണ് ലീഗിനെ വിളിക്കുന്നത്. ലീഗ് 1% പോലും അയയാൻ തയ്യാറാവുന്നില്ല. അല്ലാതെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള സംഭവമല്ല ഇത്. ലീഗാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ക്രൂഷ്യലായിട്ടുള്ള തീരുമാനമെടുക്കുന്നത്. അതായത് ജനഹിതമനുസരിച്ച് വി.ഡി. സതീശനെ ആക്കണം, മറ്റുള്ളവരെ പാടില്ല, മറ്റാരാണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പം എന്തുകൊണ്ടാണ് ഇന്ന് രാവിലത്തെ യാത്ര പോലും മുടങ്ങിപ്പോയത്? AICC ഒബ്സർവർ കേരളത്തിൽ ഇന്നലെ രാത്രി വരേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് മുടങ്ങിപ്പോയത്? അതിൻ്റെ പ്രധാന കാരണം ലീഗ് അതിനുശേഷം ഒരു കാര്യം തീരുമാനമെടുത്തു. അതായത് കോൺഗ്രസിൻ്റെ CLP ലീഡേഴ്സിനെ ഡിക്ലെയർ ചെയ്ത ശേഷം ലീഗിൻ്റെ മീറ്റിംഗ് കൂടും. അതിനുശേഷം മാത്രമായിരിക്കും ഗവർണർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ലെറ്റർ അവർ കൈമാറുന്നത്. ആ രീതിയിലോട്ട് ഡിസ്കഷൻ അങ്ങ് പോയി. അല്ലാതെ ഈ പറഞ്ഞ ഞാൻ ഈ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച ഒന്നുമല്ല. കോൺഗ്രസിൻ്റെ അകത്തു നിന്ന് വന്ന ഇൻഫർമേഷനാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. കെ.സി. ആകാനാണ് സാധ്യത. അത് തന്നെയല്ലേ ദീപാദാസ് മുൻഷി ചില ബൈറ്റുകളിൽ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കെ.സി. വേണുഗോപാലിലായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെയും കേരളത്തിലെയും DCCയുടെയും KPCCയുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിലാണ്. പിന്നെന്തുകൊണ്ട് മാറി? അതായത് ഇന്ന് രാവിലെ ഈ സംഭവം മുഴുവനും, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെ ഇത് മുഴുവനും പിച്ചു മാറി. അതായത് ലീഗിനെ പിണക്കി മുന്നോട്ട് പോകണ്ട, ഒരിടത്ത് ഭരണം കിട്ടുകയാണ്, കാരണം ലീഗ് പിന്തുണ കൊടുക്കില്ല, അതിനുശേഷം അവർ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ട് കാണും, ഇന്നലെ രാത്രി മറ്റുള്ള കോൺഗ്രസ് MLAമാരെ വിളിപ്പിച്ച് കിട്ടുമ്പോൾ തിരുവനന്തപുരത്തിന് വിളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ലീഗിൻ്റെ ഘടകകക്ഷി MLAമാരെയും വിളിപ്പിച്ചു. ആ സമയത്ത് ആദ്യം സമയം കൊടുക്കുന്ന രാവിലെ 11 മണി, പിന്നെ ഉച്ചയ്ക്ക് 1 മണി. പക്ഷേ ലീഗ് കടുപ്പിച്ചങ്ങ് തീരുമാനമെടുത്തു. കോൺഗ്രസ് CLP ലീഡേഴ്സിനെ പ്രഖ്യാപിച്ച ശേഷം മാത്രമേ അവർ തീരുമാനത്തിലെത്തൂ. അവരാർക്കാണ് പിന്തുണ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഗവർണർക്ക് പോലും, അതായത് സപ്പോർട്ട് ചെയ്യുന്ന ലെറ്റർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതായത് UDF മന്ത്രിസഭ ഉണ്ടാകില്ല എന്ന നിലയിലോട്ട് കാര്യങ്ങൾ പോയി. അവസാനമാണ് പിന്നെ കെ.സി. വേണുഗോപാലിനെ വിളിക്കുന്നു, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു, പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നു. പിന്നീട് കാര്യങ്ങൾ മാറി. അതിനുശേഷം ഇന്ന് രാവിലെ ഏകദേശം ഈ രാവിലെ ഒരു 10-11 മണിയാകുമ്പോഴാണ് കാര്യങ്ങളുടെ പിച്ചങ്ങ് മാറിയത്. അതായത് തീരുമാനിക്കുന്നു വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുവാൻ. അല്ലാതെ ഇന്നലെ എടുത്ത തീരുമാനം, നേരത്തെ എടുത്ത തീരുമാനമല്ല ഇത്. ഇന്ന് രാവിലെ ഉണ്ടായ തീരുമാനത്തിലാണ് കംപ്ലീറ്റ് പിക്ചർ അങ്ങ് മാറിയത്. ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതേപോലെ ഭൂരിപക്ഷം കിട്ടി, MLAമാരുടെ ഭൂരിപക്ഷം കിട്ടി. അവിടെ ഒരു രണ്ടാമത് ഇലക്ഷൻ വരുന്ന ഒന്നും ഒരു ഘടകമേ അല്ല. ഇതൊന്നുമല്ല മാറ്റർ. ഇപ്പം അങ്ങനെയാണെങ്കിൽ മറ്റു പലയിടത്തും ഇതേപോലെ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പം അവിടെ എന്താ ഇതൊന്നും ഈ ഒരു പ്രശ്നം ഉണ്ടായില്ല. കാരണം പ്രിയങ്ക ഗാന്ധി വയനാട് MP ആണ്. അതായത് മുസ്ലിം ലീഗിനെ തൽക്കാലം പിണക്കി മുന്നോട്ട് പോകാൻ പറ്റില്ല. ലീഗാണ് കടും പിടുത്തം പിടിക്കുന്നത്. സതീശൻ മാത്രം മതി. ഇതിലാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് ഞാൻ പല സോഴ്സുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. പിന്നെ കേരളത്തിലുണ്ടായ പ്രതിഷേധം, സതീശന് അനുകൂലമായി നടന്ന, അതായത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റുള്ളവരും, സോഷ്യൽ മീഡിയ സംഭവം, ഇതെല്ലാം കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തൽക്കാലം സതീശൻ്റെ പേര് പറയുക, സതീശനെ CLP ലീഡേഴ്സായിട്ട് തിരഞ്ഞെടുത്തു. മനസ്സിലാക്കുക, രാഹുൽ ഗാന്ധിയായിട്ട് സതീശൻ നല്ല ബന്ധത്തിലല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ദീപാദാസ് മുൻഷിയുമായിട്ട് നല്ല ബന്ധത്തിലല്ല, ഈ പറയുന്ന ഒരു നേതാക്കളുമായിട്ട് നല്ല ബന്ധത്തിലല്ല. ഇതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. കാരണം നല്ല ബന്ധത്തിലല്ല.
അപ്പോൾ ഉറപ്പായിട്ടും KC വേണുഗോപാൽ നിരാശൻ. അതിൻ്റെ അകത്ത് ഈ പറയുന്ന രമേശിൻ്റെ കാര്യം മാറ്റി നിർത്താം, അദ്ദേഹത്തിന് കുറച്ച് ഇത്ര പേരുടെ പിന്തുണയുള്ളൂ. പക്ഷെ വരാൻ പോകുന്ന ദിവസം ഈ KC വേണുഗോപാൽ അയാളുടെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരു ബ്ലോക്ക് ഓഫ് MLAയും, അതായത് കേരളത്തിൽ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ പോസ്റ്റിൽ ഇരിക്കുന്നവർ KC വേണുഗോപാൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയും ഇത് കേരളത്തിൽ ഇനി ഫർദർ ഇപ്പോൾ മന്ത്രിസഭ ഉണ്ടാകും, ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആൾക്കാരുണ്ടാകും, ഈ പറയുന്ന ലീഗിൻ്റെ ആൾക്കാരുണ്ടാകും, പക്ഷേ സ്മൂത്ത് ആയിരിക്കത്തില്ല. അതായത് BD സതീശനെതിരെ കോൺഗ്രസിൻ്റെ അകത്തെ MLAമാരുടെ വലിയൊരു ബ്ലോക്ക് ഉണ്ടാവും. അതായത് പഴയ AI ഗ്രൂപ്പ് വീണ്ടും വരാൻ പോവുകയാണ്. അതേപോലെ മുസ്ലിം ലീഗിന് സ്മൂത്ത് ആയിരിക്കത്തില്ല പഴയ പോലെ. കാരണം മുസ്ലിം ലീഗിൻ്റെ പല തീരുമാനങ്ങളും ഇതിൻ്റെ അകത്ത് മന്ത്രിമാരും MLAമാരൊക്കെ കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്. ഇവർ ഈ പഴയ പോലെ കയറി ഞാലുവാണെങ്കിൽ ഈ NSS ആണെങ്കിലും SNDP ആണെങ്കിലും അതേപോലെ കോൺഗ്രസിൻ്റെ MLAമാരും കയറി സ്റ്റോപ്പ് ഫുൾ നോ എന്ന് പറയും സാദിഖ് അലി തങ്ങളോടും പാണക്കാടിനോടും മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരോടും. അതായത് ഉടക്കിലോട്ടങ്ങ് പോകും. അതായത് സ്മൂത്ത് ഫങ്ഷനിങ് എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും വലിയ ആവശ്യമാണ്. ആ ഫങ്ഷൻ ഈ സംഭവത്തിൽ ഉണ്ടാകുന്ന കാര്യം വലിയ പ്രശ്നമാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം ഈ കോൺഗ്രസിൻ്റെ MLAമാർക്കും അതായത് കേരളത്തിലെ ഈ മറ്റുള്ള അതായത് കോൺഗ്രസ് നേതാക്കൾക്കും അവർക്ക് കൃത്യമായിട്ട് അറിയാം എവിടിട്ട് ബ്ലോക്ക് ചെയ്യണം. അതായത് സതീശിനെ എത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യാം, അത് മാക്സിമം ഇറിറ്റേഷൻ നടക്കും. ചിലതൊക്കെ പബ്ലിക്കായിട്ട് വളരെ കുറച്ച് വന്നാലും പിന്നീട് അത് പബ്ലിക്കാകും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും എങ്ങനെയാണ് കരുണാകരനെതിരെ ഒരു ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കരുണാകര വിരുദ്ധരെന്നും പറഞ്ഞുകൊണ്ട് ആ ഫോർമേഷൻ AI ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു, പിന്നെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തിരുത്തൽവാദികൾ ഉണ്ടാകുന്നു. ഇതൊന്നും മറക്കരുത്, ഇതൊക്കെ കോൺഗ്രസിനകത്ത് ഇനി ഉണ്ടാകാൻ പോവുകയാണ്. അതായത് സിംഗിൾ ഗ്രൂപ്പ് എന്നുള്ള സംഭവം ഇല്ലാതാവും. കാരണം വേണുഗോപാലിന് ഭൂരിപക്ഷമുള്ള MLAമാരുണ്ട് ഒരു ഭാഗത്ത്, പാർട്ടിയിൽ ഭൂരിഭാഗവും വേണുഗോപാലിൻ്റെ കൂടെയാണ്. ഈ രണ്ട് ഘടകങ്ങളും വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഫർദർ നിരീക്ഷിക്കേണ്ടത് കേരളത്തിൽ സതീശിന് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റുമോ. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന എറണാകുളം ജില്ലയിലെ MLAമാർ പോലും സതീശിന് അനുകൂലമായിട്ട് പല തീരുമാനങ്ങൾ പലതും എടുക്കണം. അതാണല്ലോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതേപോലെ ലീഗ് പലതും നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഡേ 1 ഓൺവേർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണം. ഡേ 1 ഓൺവേർഡ്സ് ലീഗ് പറയുന്ന പലതിനെയും ഇവരെതിർക്കാൻ ആൾക്കാരാണ്. നേരത്തെ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ കരുണാകരൻ ഭരിച്ചിരുന്ന സമയത്താണെങ്കിലും ലീഗിൻ്റെ പല തീരുമാനത്തെയും നോ എന്ന് പറയത്തില്ല. അതിനെല്ലാം പച്ചക്കൊടി കൊടുത്ത് പച്ച ലഡ്ഡു കൊടുത്ത് അങ്ങ് വിട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഇതിനകത്ത് കൃത്യമായി ലീഗിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അതേപോലെ സമുദായ സംഘടന NSSനെ അങ്ങനെ തള്ളിയൊന്നും കളയരുത്. വെള്ളാപ്പള്ളി മാറ്റി നിർത്തും, പക്ഷെ NSS ഒരു സ്ട്രോങ് സംഭവമാണ്. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുതലെടുക്കാൻ BJP അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗ് അപ്രമാദിത്വം കാണിച്ചു കഴിഞ്ഞാൽ സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറും. ഇന്ന് ഒത്തിരി വളരെയധികം പേര് VD സതീശനെ സപ്പോർട്ടീവായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം അതും പറയാം, ഇതൊക്കെ ഒരു ഷോർട്ട് റണ്ണിങ് ആണ്. ഇതൊക്കെ ചില ഇഷ്യൂസൊക്കെ വന്നു കഴിയുമ്പോൾ അത് ഇൻ്റർനാഷണൽ ഇഷ്യൂ ആകാം, ഡൊമസ്റ്റിക് ആകാം, സ്റ്റേറ്റിൻ്റെ ലോക്കൽ ഇഷ്യൂ ആകാം. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഇഷ്യൂ ബേസ്ഡ് ആണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയും പബ്ലിക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അത് പെർമനൻ്റ് അല്ല. അത് കൊണ്ടുപോകാൻ ഭയങ്കര എക്സർസൈസിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇവരെല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകും. അതേപോലെ സുധാകരൻ പക്ഷമുണ്ട്, അവർ സതീശനെതിരെയാണ്. കാരണം സതീശന് ഗ്രൂപ്പില്ല. ആ ഗ്രൂപ്പില്ലാത്തത് വലിയ പ്രശ്നമാണ് കോൺഗ്രസിനകത്ത്.
ആ പ്രശ്നം ഏറ്റവും കൂടുതൽ നേരിട്ടൊരു കക്ഷിയാണ് PV നരസിംഹ റായക്ക് ഗ്രൂപ്പില്ലായിരുന്നു. കാരണം അന്നത്തെ സമയത്ത് റാവു കയറി വന്നു. പിന്നീട് അദ്ദേഹം അത് ഫേസ് ചെയ്തു. പക്ഷെ സതീശന് ഫേസ് ചെയ്യാൻ പറ്റുമോ? കാരണം KC വേണുഗോപാൽ അത്ര മോശമല്ല. പിന്നെ KC വേണുഗോപാലിൻ്റെ കാര്യം പറയാം. അദ്ദേഹത്തിന് ഇനി കേരള രാഷ്ട്രീയത്തിൽ സംപൂജ്യനായിട്ട് മാറിപ്പോവും. അയാൾക്ക് ഇനി കേരള രാഷ്ട്രീയത്തിൽ വരാൻ പറ്റത്തൊന്നുമില്ല. ആ രീതിയിൽ പുള്ളി വളരെ വെറുക്കപ്പെട്ടവനായിട്ടങ്ങ് മാറി. അവിടെ സതീശൻ ഭയങ്കരമായിട്ട് റൈസ് ചെയ്തു, വളരെ മുന്നോട്ടങ്ങ് പോയി. അപ്പം കേരള രാഷ്ട്രീയത്തിൽ വരാൻ സാധിക്കാത്ത KC വേണുഗോപാൽ കേന്ദ്രത്തിലിരുന്ന്, അതായത് ഹൈക്കമാൻഡിൻ്റെ ആളായിട്ടിരുന്ന് സതീശിനെ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ സമ്മതിക്കുമോ? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അതായത് അയാളുടെ പേര് വരത്തില്ല, അപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യും. എല്ലാവരെയും കോൺഗ്രസിൻ്റെ 63 പേരെ മന്ത്രിമാരാക്കാൻ പറ്റത്തില്ല. മാക്സിമം കൂടിപ്പോയി 8 അല്ലെങ്കിൽ 7 പേര്, അല്ലെങ്കിൽ 9 പേരെ മന്ത്രിമാർ, അല്ലെങ്കിൽ 10 പേര് കോൺഗ്രസിൻ്റെ അകത്ത് മന്ത്രിമാരാകും. അതിൻ്റെ അകത്ത് KC പറയുന്ന ചില ആൾക്കാരും ആകും. അതിൻ്റെ അകത്ത് മാക്സിമം KC പറയുന്ന ആൾക്കാരെ ആക്കേണ്ടി വരും ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അല്ലാതെ സതീശനാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലാതെ പോകാൻ വേണ്ടി. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും മന്ത്രിസഭയിലും കോൺഗ്രസിനകത്തും KCയുടെ ആൾക്കാർ, MLA മാർ KCയുടെ ആൾക്കാർ, പാർട്ടിക്കകത്തും KCയുടെ ആൾക്കാർ. അപ്പം ആ ഒരു കോമ്പിനേഷൻ വന്നു കഴിയുമ്പോൾ ഇത് സ്മൂത്ത് റണ്ണിങ് എന്ന് പറയുന്നത് വലിയ പാടാണ്. ഇപ്പം ഈ പറയുന്ന KC മിണ്ടാതിരിക്കുകയൊന്നുമില്ല. അതായത് എല്ലാ ഗ്രൂപ്പും എല്ലാം കളിച്ച് മുന്നോട്ട് വന്നവരാണ് ഈ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അപ്പോൾ അതൊക്കെ നോക്കിക്കണ്ടും കാണുവാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഈ മന്ത്രിസഭ രൂപീകരിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും. അതിനൊരു പ്രത്യേക ബ്ലോക്കുകളായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അതേപോലെ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ചില പോർട്ട്ഫോളിയോസ് ഉണ്ട്. അപ്പോൾ അതിനെതിരെ നിരന്തര ആക്രമണം ഉണ്ടാകും, നിരന്തരമായിട്ട്. കാരണം അവർക്ക് പഴയ പോലെ കൈയിട്ട് വാരാൻ നോക്കുമ്പോഴും അവരുടെ ആൾക്കാരെ കുത്തി നിറയ്ക്കാൻ ഓരോ അപ്പോയിൻമെൻ്റ് ലീഗ് നടത്തുമ്പോൾ അതെല്ലാം ഈ ഡിജിറ്റൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയും കോൺഗ്രസിനകത്തുള്ളവരൊക്കെ എടുത്ത് അലക്കും. അതോടുകൂടി ആ പറയുന്ന ഒരു സംഭവത്തിൻ്റെ, അതായത് നല്ല ഗുണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ കല്ല് കടിക്കാൻ തുടങ്ങും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും സതീശൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. മറ്റു പലതിനെ പറ്റിയൊക്കെ ഗ്രാജുവലായിട്ട് മീഡിയയ്ക്കും ഡിജിറ്റൽ മീഡിയയ്ക്കൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന ഈ സമയത്ത്, അതായത് പ്രത്യേകിച്ച് സതീശൻ വന്ന സമയത്ത് ആലോചിക്കുക, ഇഷ്ടം പോലെ കണ്ടൻറ്റ് മെറ്റീരിയൽ ഒഴുകുന്നൊരു സമയമായിട്ട് അങ്ങ് മാറും. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കവും കൂടിയാണ് കേരളത്തിലെ സതീശൻ മുഖ്യമന്ത്രി ആയതോടുകൂടി ഇപ്പോഴുണ്ടായിരിക്കുന്നത്.